അതിജീവനത്തിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ മഹാപ്രയാണങ്ങളുടെ മഹത്തായ ഇതിഹാസം രചിക്കുകയാണ് ഗസ്സ എന്ന കുഞ്ഞു തുരുത്ത്. അലമുറകളുടെ നിലവിളികളുടെ കണ്ണുനീരിൻ്റെ താഴ്വര, അല്ലെങ്കിൽ മരണം അതിൻ്റെ രൗദ്രഭാവം പുറത്തെടുത്തുകൊണ്ട് സംഹാരതാണ്ഡവമാടുന്ന മണ്ണ് കൂടിയാണത്. അതെ, സ്വാതന്ത്ര്യം എന്ന മൂന്നക്ഷരം സാർത്ഥകമാക്കാൻ ഒരു ജനത നടത്തുന്ന ചെറുത്തുനിൽപ്പ് തുല്യതയില്ലാത്ത രക്തച്ചൊരിച്ചിലായി മാറിയിട്ട് 2 വർഷങ്ങളാവാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി. വിശന്നൊട്ടിയ വയറുമായി ഭക്ഷണപ്പൊതിക്ക് കാത്തുനിൽക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ തലക്ക് മുകളിലേക്ക് ബോംബ് വർഷിച്ചു പൊട്ടിച്ചിരിക്കുന്ന ഇസ്രായേൽ എന്ന ഭീകര സംവിധാനത്തെ ന്യായീകരിക്കാൻ മലയാള ഭാഷയിൽ പോലും ആളുകളുണ്ടാവുന്നു എന്നത് വല്ലാത്ത വേദനയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. എല്ലാ സ്വാർത്ഥതകൾക്കുമപ്പുറം മനുഷ്യത്വവും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ അഭിമാനത്തോടെ നിലകൊണ്ട നാം മലയാളികൾ എവിടെയോ നന്മ കൈമോശം വന്ന ഒരു സമൂഹമായി, ഒരു ന്യൂനപക്ഷമെങ്കിലും അധപ്പതിച്ചു പോകുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.